സംഗീതത്തിനായി ഒഴിഞ്ഞുവെച്ച ജീവിതം, അരനൂറ്റാണ്ടിലധികം സംഗീതത്തിന് വേണ്ടി മാറ്റിവെച്ച എസ് ജാനകി എന്ന ആ അതുല്യ പ്രതിഭയെ ഓർക്കുകയാണ് നമ്മൾ. നമുക്കൊപ്പം അതിഥിയായി കവിയും ഗാനരചയിതാവും എഴുത്തുകാരനുമായ BK ഹരിനാരായണൻ ചേരുന്നുണ്ട്. ഹരിയേട്ട, ഇന്നലെ മുതൽ നമ്മൾ ജാനകി അമ്മയുടെ പാട്ടോർമ്മകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കണ്ണടച്ചാൽ എത്രയോ ഗാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. അത്രയും ഒരു തലമുറയെ മുഴുവൻ തലോടിയ അത്രയും ഗാനങ്ങളുണ്ട്. ഇനി വസന്ത പഞ്ചമി നാളിൽ കാത്തിരിക്കേണ്ടതില്ല കിനാവും കാത്ത്. തീർച്ചയായിട്ടും അതെ. അത് ഒരുപക്ഷെ നമുക്ക് ജാനകിയമ്മ മലയാളിയല്ല എന്ന് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നില്ലല്ലോ. നമ്മൾ ശാരദയുടെയും ഷീലയുടെയും ഒക്കെ ശബ്ദമായിട്ട് എത്രയോ പാട്ടുകളിൽ ഭാസ്കരൻ മാഷ്ടയും വയലാറിൻ്റെയും ശ്രീകുമാരൻ നമ്പി സാറിൻ്റെയും ഒക്കെ വരികൾ, അതുപോലെ തന്നെ ബാബുരാജിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ അവർ ബാബുരാജിൻ്റെ ആ ഭാവം അവർ എടുക്കും. അതുപോലെ നമ്മൾ രാഘവ മാഷ്ട പാട്ടാണെങ്കിൽ ആ സ്വഭാവത്തിലാവും, സലിൽദായുടെ പാട്ടാണെങ്കിൽ അതുപോലെയാവും, ഇളയരാജയുടെ പാട്ടുകളിലാണെങ്കിൽ അതുപോലെ ആയിരിക്കും. അങ്ങനെ പല രൂപത്തിൽ അവരെ പല ഭാവത്തിൽ, കുട്ടിയുടെ പാട്ട് പാടുകയാണെങ്കിൽ കുട്ടികളെ പോലെ ആയിരിക്കും, കരയണമെങ്കിൽ പാട്ടിനിടയ്ക്ക് കരയും, ചിരിക്കണമെങ്കിൽ ചിരിക്കും, വയസ്സായ ആളായിട്ട് പാടണമെങ്കിൽ പാടും. അങ്ങനെയുള്ളൊരു ഭാവ ശബ്ദ വൈവിധ്യം ആയിരുന്നല്ലോ ജാനകിയമ്മ. അപ്പോൾ ജാനകിയമ്മ പാടാതെയായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാനകിയമ്മയുടെ പുതിയൊരു പാട്ട് വരാതെയായിട്ട് ഏതാണ്ട് 9 കൊല്ലമായി. പക്ഷേ അമ്മ അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കൊക്കെ ഓരോ മലയാളിക്കും ഉണ്ടായിരുന്നല്ലോ. അതാണ് ഇല്ലാതെ ആവുന്നത് സത്യം പറഞ്ഞാൽ. പലരോടും അമ്മയെ ഓർക്കാൻ പറയുമ്പോൾ പലർക്കും പല പാട്ടോർമ്മകൾ പങ്കുവെക്കാനുണ്ട്. താങ്കളോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കുറേ ഭാവങ്ങൾ, പ്രണയം, താരാട്ട്, അങ്ങനെ കുറേ ഭാവങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ചാണ് മടക്കം. ഏറ്റവും ഇഷ്ടമുള്ള ഗാനം അല്ലെങ്കിൽ കേട്ടാൽ നിർത്താൻ കഴിയാത്ത ഗാനങ്ങൾ കുറേ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന്? അത് ഈ ഒരു കടലിൽ പോയിട്ട് നമുക്ക് അല്ല ഏത് തിരയാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ഓരോ സമയത്തും നമുക്ക് അമ്മയുടെ ഓരോ പാട്ടുകളായിരിക്കും ഇഷ്ടം തോന്നുക. ഓരോ സമയത്തും നമ്മൾ ഓരോ പാട്ടുകൾ ഓരോ ഇതിലും കേൾക്കുന്നു. അപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് തന്നെ പ്രിയപ്പെട്ട ഒരുപാട് പാട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടോ അവിടുന്നൻ ഗാനം കേൾക്കാൻ എന്നുള്ള പാട്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കുന്നിന്മേലെ നീ എനിക്ക് ചിദംബരനാഥ് സാറ് ചെയ്ത താനേ തിരിഞ്ഞും മറഞ്ഞും, തളിരിട്ടകിനാക്കൾ, സൂര്യകാന്തി, അതുപോലെ അന്നക്കിളി, രാജസാറിൻ്റെ വേണ്ട, അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇനിയും പറയാൻ പറ്റും. മഞ്ഞണിപ്പൂ നിലാവ്, അങ്ങനെ അമ്മയുടെ പാട്ടുകൾ അത് അവസാനിക്കുന്നില്ല. അപ്പോൾ മൗനമേ നാഥാ നീ വരും, അങ്ങനെ പറയുമ്പോൾ നമുക്കതിങ്ങനെ പറഞ്ഞ് പോവാവുന്ന നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഹരിയേട്ട, ബുദ്ധിമുട്ടില്ലെങ്കിൽ, താങ്കൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലെങ്കിൽ 2 വരി പറ്റുമോ പാടാൻ? അയ്യോ, പാടാൻ പറ്റില്ല. പ്രത്യേകിച്ചും പാട്ടറിയാത്ത ആളാണ്. ഈ ഒരു അവസ്ഥയിൽ പാടുമ്പോൾ ഈ അമ്മയുടെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാട്ട് നമ്മൾ മനസ്സിൽ കാണുക. ഞാൻ പാടാൻ അറിയാത്ത ഒരാളാണ്, അതുകൊണ്ട് കേൾക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. പാടാൻ അറിയില്ല, അതുകൊണ്ടാണ്. ഒരു കാര്യം കൂടി, ഇപ്പം പലരും മലയാളിയല്ല, പക്ഷേ ഒരു മലയാളിയേക്കാൾ നന്നായി മലയാളിക്ക് അത്രയും ഗാനങ്ങൾ സമ്മാനിച്ച് മലയാള തനിമയോടെ പാടി ഗാനങ്ങൾ സമ്മാനിച്ചാണ് മടക്കം. അതിപ്പോൾ പുരസ്കാരങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ മലയാളം മണ്ണ് നൽകിയിട്ടുണ്ട് ജാനകി അമ്മയ്ക്ക്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പോൾ ഈ ജാനകിയമ്മയുടെ സംസാരം കേട്ടാലും ജാനകിയമ്മയുടെ ഇൻ്റർവ്യൂസിലൊക്കെ അമ്മ പാട്ടുകളെ, മലയാളത്തിലെ പാട്ടുകളുടെ പാട്ട് എഴുതിയതിനെ, ഇപ്പോൾ ഭാസ്കരൻ മാഷ്ട പാട്ടൊക്കെ എടുത്തിട്ട് ഓരോ പാട്ടുകളെ പറ്റി, അതിൻ്റെ ഒരു കണ്ടൻറ്റിനെ പറ്റി പറയുന്നത് കേട്ടാലും അപ്പോൾ അവർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ, അങ്ങനെ പറയാൻ പറ്റില്ല, ഇപ്പോൾ എല്ലാ ഭാഷയും ഉണ്ട്, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് അതും അത്രയും
ഭാവതീവ്രതയോടെ നമ്മൾ ഒരു വാക്ക് ഉച്ചരിക്കുന്നതിൻ്റെ ഭാവതീവ്രതയോടെ നമ്മൾ മലയാളി ഉച്ചരിക്കുന്ന പോലെയും അവർ ഉച്ചരിക്കുകയാണ്. അതിനൊപ്പം അവർ ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവർ മലയാളി അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും കൃത്യമായിട്ടാണ് അവരത് പഠിച്ച് ഉച്ചരിക്കുകയാണ് പാട്ടിൽ. അപ്പോൾ അതൊരു ഒരു ഒരു നമ്മൾ മലയാളി എന്ന് പറയുന്നതിനപ്പുറം അതൊരു ഗായികയുടെ ഇതേപോലെ തന്നെ ഒരുപക്ഷെ ജാനകിയമ്മ തെലുങ്കിലായാലും കന്നഡയിലായാലും തമിഴിലായാലും ചെയ്യുന്നു. അപ്പോൾ മലയാളിക്ക് മലയാളിയാണെന്ന് തോന്നുന്നു, തമിഴന് തമിഴനാണെന്ന് തോന്നുന്നു, കർണാടകയിലുള്ള ഒരാൾക്ക് കർണാടകക്കാരനാണെന്ന് തോന്നുന്നു. അമ്മ ആന്ധ്രയിൽ നിന്നാണല്ലോ, അപ്പോൾ ആന്ധ്രയിലുള്ള തെലുഗു ഉള്ളവർക്ക് അത് തോന്നുന്നു. അതുതന്നെയല്ലേ നമുക്ക് നമ്മുടെ ആണെന്ന് തോന്നുക എന്നുള്ളതല്ലേ ഒരു ഗായികയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധന്യത. നമുക്ക് വേണ്ടി പാടുന്ന നമ്മുടെ നാട്ടുകാരിയാണെന്നൊരു ഗായിക തോന്നുക എന്നുള്ളത്. അപ്പോൾ ഒരു അഭിനേത്രിക്ക് പാടുമ്പോൾ അവരാണെന്ന് തോന്നുന്നു. നമ്മൾ ശിങ്കാരവേലനെ എന്ന് പറയുന്ന പാട്ട് കേൾക്കുമ്പോൾ അവർ സാവിത്രിയാണെന്ന് തോന്നുന്നു. ശാരദയ്ക്ക് വേണ്ടി പാടുമ്പോൾ അതാണെന്ന് തോന്നുന്നു. ഷീലാമ്മയ്ക്ക് വേണ്ടി പാടുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. അതാണല്ലോ ആ ഒരു താതാത്മ്യം പ്രാപിക്കൽ തന്നെയാണല്ലോ ഒരു ഗായികയുടെ ഏറ്റവും വലിയ മികവ് എന്ന് പറയുന്നത്. മനസ്സിലായി. വളരെയധികം നന്ദി ശ്രീ ഹരിനാരായണൻ, ഞങ്ങൾക്കൊപ്പം ചേർന്ന് ഓർമ്മകൾ പങ്കുവച്ചതിന്. ജാനകിയമ്മ എന്ന ഏറ്റവും വലിയ ഗായികയെ നമുക്ക് ആ അറിവ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോഴാണ് അവർ ചിത്രം വരയ്ക്കും, അവർ നല്ലൊരു ചിത്രകാരിയാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞത്. അങ്ങനെ കുറേ അനുഭവങ്ങൾ, കുറേ ഓർമ്മകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ പങ്കാളിയായതിന് വളരെയധികം നന്ദി.